ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ 29 വയസ്സായി പെങ്ങള്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 29 വയസ്സായി. ഒരു ദിവസം കുളിച്ചൊരുങ്ങിയിട്ട് വീട്ടിൽ നിൽക്കുകയാണ്. 29 വയസ്സേ ഫാത്തിമയ്ക്കുള്ളൂ. നിന്നെ പോലെ 40ഉം 50ഉം 60ഉം വയസ്സൊന്നുമില്ല. ആകെയുള്ളത് 29 വയസ്സ്. ആ 29 വയസ്സുകാരി കുളിച്ചുരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കുകയാ. ഉമ്മ നിന്നതുപോലെ, ഖദീജ ബീവിയായ തന്റെ ഉമ്മ കുളിച്ചൊരുങ്ങി നിന്നതുപോലെ ഉമ്മ 65ാമത്തെ വയസ്സിലാണ് കുളിച്ചൊരുങ്ങിയിട്ട് നിന്നത്. ഫാത്തിമ ബീവി 29ാമത്തെ വയസ്സിൽ കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്. അലിയാര് തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് സലാം പറഞ്ഞു. സലാം അടക്കി ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. അതാ ഭക്ഷണം വിളമ്പി. അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവി ചോദിച്ചു, അലിയേ എനിക്കും വാരിത്തരുമോ അലിയേ? രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഫാത്തിമ ചോദിച്ചു, ഞാൻ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ? അലിയാര് തങ്ങളുടെ മടിത്തട്ടില് ഫാത്തിമ ബീവി തലവെച്ച് കിടക്കുകയാ. അലിയാര് തങ്ങളുടെ മുഖത്ത് നോക്കുകയാണ്. എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ, നീ എന്നെ വല്ലാതെ നോക്കുന്നല്ലോ? അലിയാര് തങ്ങളുടെ കൈ പിടിച്ചിട്ട് ഫാത്തിമ 29ാമത്തെ വയസ്സിൽ പറയുകയാ, അലിയേ എനിക്ക് പൊരുത്തം തരണേ അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. എന്റെ മരണമടുത്തിരിക്കുകയാണ്, എന്റെ മരണമടുത്തിരിക്കുകയാണ്. പടച്ചവനെ, അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ഫാത്തിമ ബീബി യാത്ര പറയുകയാണ്. തന്റെ ഹസനിനെയും ഹുസൈനിനെയും പിടിച്ചിട്ട് അലിയാര് തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മക്കളെ തല്ലരുത്, എന്റെ മക്കളെ വേദനിപ്പിക്കരുത്. ഖദീജ ഉമ്മ, ആയിഷ ഖദീജ ഉമ്മ ഫാത്തിമ ബീബിയുടെ കൈപിടിച്ച് നബി തങ്ങളോട് പറഞ്ഞ വാക്ക്. ഫാത്തിമ തന്റെ മക്കളുടെ കാര്യം ഭർത്താവിനോട് പറയുന്നു, എന്റെ ഹസനിനെയും ഹുസൈനിനെയും അടിക്കല്ലേ അലിയേ, വേദനിപ്പിക്കല്ലേ അലിയേ, എന്റെ മക്കളെ കരയിപ്പിക്കരുത്. പടച്ചവനെ, അതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, വഅദ് കേൾക്കാമെന്ന പെങ്ങളെ, വഅദിന് വരുമ്പോഴും തലമറയ്ക്കാൻ നിനക്ക് മടിയാ. തലമറയ്ക്കുന്നതും മറയ്ക്കാത്തതും എന്റെ അവകാശമാണെന്ന് പറയുന്നവരുണ്ടല്ലോ. എങ്കിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളോട് പറഞ്ഞതെന്തെന്നറിയുവോ? അലിയേ, ഞാൻ മരിച്ചാ എന്നെ രാത്രിയിലെ കബറടക്കാവൂ, എന്നെ പകല് കബറടക്കരുത്, എന്നെ പകല് കബറടക്കരുത്. എന്തേ ഫാത്തിമ, എന്തേ പകല് കബറടക്കിയാൽ എന്താ? ഫാത്തിമ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, എന്റെ ജനാസ പൊതിയുന്നത്, എന്റെ ജനാസ ചുമക്കുന്നത്, എന്റെ ജനാസ ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണ് അലിയേ. എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ, അവരെന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എന്നെ രാത്രിയിലെ ഖബറടക്കാവൂ. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പോലും, ഖബറിലിറക്കുന്ന സമയത്ത് പോലും ഒരാളും എന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. ഈ ഫാത്തിമയുടെ പുറകിൽ നിന്നാ നീ സ്വർഗത്തിൽ പോകേണ്ടത്. നീ ആരെന്നറിയുവോ? വളാഞ്ചേരിയിലെ കടയിൽ പോയിട്ട് ഫർദ ഇട്ട് നോക്കിയിട്ട് വാങ്ങുന്നവളാ. നീ ഫർദ ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങുന്നത്. ആ ഫർദ മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ പെങ്ങളെ? ഇറുക്കമുള്ളതാകാൻ, നിന്റെ ശരീരം കാണാൻ നല്ല ഇറുക്കമുള്ളതാക്കാൻ രണ്ടാമത് സ്റ്റിച്ചിട്ടിട്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. തലമറയ്ക്കാൻ നിനക്കും മടിയാണ്. ഇന്ന് തലമറയ്ക്കാൻ നിനക്കും മടിയാ. പ്രായമുള്ള ഉമ്മമാര് പോലും ഇന്ന് തലമറയ്ക്കാത്ത
കൊടുക്കാത്ത കാലവാ. അത് സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന പെങ്ങള്, അത് കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ടല്ലോ. ഇന്ന് ഫർദയിട്ട പെണ്ണ്, ഇന്ന് തലയിൽ തുണിയിടുന്നതൊരു ഫാഷനായടോ. ഇന്ന് പെണ്ണ് തലയിലല്ല ഷാളിടുന്നത്. ഇന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ വല്ലാത്ത സങ്കടം തോന്നുന്ന കാലവാ. 16, 18, 20, 25 വയസ്സുള്ള പെണ്ണുങ്ങളെ കാണിച്ചാ പറയാം അവര് ചെറുപ്പക്കാരാ, അവർക്ക് പക്വതയില്ലാത്തത് കൊണ്ടാ ചെയ്യുന്നതെന്ന്. ഈ 40 കഴിഞ്ഞ നിനക്കിനി എന്ന് പക്വത വരാനാ ഉമ്മ? ഇനി ഏത് കാലത്താ നീ നന്നാകുന്നത്? 40 കഴിഞ്ഞ ഏത് മനുഷ്യനും നന്നാകുമല്ലോ. പക്ഷേ ഇന്നത്തെ ഉമ്മമാർക്കത് മാറ്റമില്ലല്ലോ. ഫാത്തിമ ബീബി പറയുകയാണ്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. അലിയാര് തങ്ങളുടെ മടിത്തട്ടിൽ കിടന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ 29ാമത്തെ വയസ്സിൽ ലോകത്തോട് യാത്ര പറയുമ്പോ പെങ്ങളെ